നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കർണാടകയിൽ നിന്ന് വീണ്ടും ഒരു കാട്ടാന വയനാട്ടിലെത്തി. പാതിരി വനമേഖലയിലായി ആന നിലയുറപ്പിച്ചിരിക്കുന്നുവെന്നാണ് വനം വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. റേഡിയോ കോളർ ഘടിപ്പിച്ച മോഴയാനയാണ് പ്രദേശത്ത് എത്തിയത്. തണ്ണീർക്കൊമ്പിന് പിന്നാലെ വീണ്ടും ഒരു കാട്ടാന എത്തിയത് പ്രദേശവാസികളിൽ ആശങ്ക ഉളവാക്കുന്നുണ്ട്. ആദ്യം മുത്തങ്ങ ഭാഗത്തായിരുന്നു ആനയെ കണ്ടത്. ആനയെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. റേഡിയോ കോളറിൽ നിന്ന് സിഗ്നൽ ലഭിക്കുന്നുണ്ട്. ആനയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കർണാടക വനം വകുപ്പിനെ ബന്ധപ്പെട്ടതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു. കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയാണ് വയനാട്ടിലെ മാനന്തവാടി നഗരത്തിൽ തണ്ണീർക്കൊമ്പൻ എന്ന കാട്ടാന ഇറങ്ങിയത്. തുടർന്ന് ഏറെ പരിശ്രമത്തിനൊടുവിൽ രാത്രിയോടെയാണ് മയക്കുവെടി വെച്ച് പിടികൂടാനായത്. പിന്നാലെ എലിഫന്റ് ആംബുലൻസിൽ കർണാടകയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം കാട്ടിലേക്ക് തുറന്നുവിടാനുള്ള നീക്കത്തിനിടെ തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞു. ഹൃദയാഘാതമാണ് തണ്ണീർക്കൊമ്പന്റെ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരിക്കുന്നത്. ആനയുടെ ഹൃദയവും ശ്വാസകോശവും ഒരുമിച്ച് നിലച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇടത് തുടയിൽ പഴക്കമുള്ള മുറിവുണ്ട്. കാലിലെ പഴുപ്പ് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും പടർന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നു.